അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സംശയത്തിനും സാധ്യതയില്ല എന്നാണ്. പക്ഷേ ഇന്ന് CPI-യുമായി ഈ വിഷയം മന്ത്രി MB രാജേഷ് ചർച്ച ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വം പറഞ്ഞത് കുടിവെള്ളം മുടക്കിയുള്ള വികസന പദ്ധതികൾക്ക് തങ്ങൾ എതിരാണ് എന്നാണ്. ചുരുക്കത്തിൽ ബ്രൂവറി വിഷയം ഒരു കുടിവെള്ള പ്രശ്നമായി മാറുകയാണോ? കുടിവെള്ള പ്രശ്നമല്ലെന്ന് പഞ്ചായത്തിനെയും പ്രാദേശിക നേതൃത്വത്തെയും CPI-യും ബോധ്യപ്പെടുത്താൻ സർക്കാരിനും CPM-നും കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺ, ഈ ഒരാശയം മുന്നോട്ട് വന്നപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പലതരത്തിലുള്ള ആരോപണവുമായിട്ടാണ് UDF രംഗത്ത് വന്നത്. ആ ആരോപണങ്ങളെ BJP ഏറ്റെടുത്തു. ആദ്യം പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മദ്യനയത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. മദ്യനയം പ്രഖ്യാപിച്ച ഒരു രൂപത്തിൽ, പക്ഷെ പ്രവർത്തി വേറൊരു രൂപത്തിൽ, വലിയ തരത്തിൽ തട്ടിപ്പ് നടത്തി എന്ന രൂപത്തിലൊക്കെയാണ് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ മദ്യനയം 2023-24 പ്രഖ്യാപിച്ചതിൽ കൃത്യമായി പാരഗ്രാഫ് 24 സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോത്സാഹനം നൽകും. അതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. കൃത്യമായി മദ്യനയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് കൃത്യമായി തെളിവുകൾ പുറത്തു വന്നു. അപ്പോൾ അത് വിട്ടു. രണ്ടാമത് പറഞ്ഞു ടെൻഡർ വിളിച്ചില്ല. ഇത് ഏതെങ്കിലും ഗവൺമെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ. വ്യവസായ സംരംഭകർ വരും, അവർ ആപ്ലിക്കേഷൻ സമർപ്പിക്കും, അതിന്റെ കൃത്യമായിട്ടുള്ള യോഗ്യതകൾ പരിശോധിക്കും, അതിനുശേഷം ഏകജാലകം വഴി, ഇപ്പോൾ ഗവൺമെന്റിന്റെ വ്യവസായ നയം വഴി അത്തരത്തിലുള്ള അനുമതി കൊടുക്കും. അതിനൊരു തരത്തിലും ടെൻഡറിന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും പരസ്പരം മത്സരിച്ച് ടെൻഡർ വേണം എന്നതാണ്. അപ്പോൾ പഴയ ചരിത്രമൊക്കെ എടുത്ത് പറഞ്ഞു ഏത് പദ്ധതികൾ ഇത്തരത്തിൽ വരുമ്പോൾ ടെൻഡർ വഴി അനുവദിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയില്ല. അതും വലിയ മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ട് തിരിച്ചുപോയി. ഏറ്റവും അവസാനം ഇപ്പോൾ ജലചൂഷണത്തിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി അവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന ജലം, ഉപഭോഗത്തിന് വേണ്ടി വരുന്ന ജലം എത്രയാണ്, ഇൻഫ്രയ്ക്ക് കൊടുക്കുന്ന ജലം എത്രയാണ്, അടുത്ത കാലത്ത് അവിടുത്തെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിക്കപ്പെട്ട ജലത്തിന്റെ തോതെത്രയാണ്, വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് കൊടുക്കുന്ന ജലത്തിന്റെ അളവ്, ഇതെല്ലാം ആധികാരികമായിട്ട് തന്നെ പുറത്തു വന്നു. അപ്പോൾ ഇതൊന്നും നിലനിൽക്കുന്ന ആരോപണമല്ല എന്ന് മനസ്സിലായി. അതിനിടയ്ക്കാണ് പഞ്ചായത്ത് രംഗത്ത് വന്നത്. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അനുമതി മേടിച്ചിട്ട് മാത്രമേ ഗവൺമെന്റ് ഇത്തരത്തിലൊരു സംരംഭത്തിന് അനുമതി പത്രം കൊടുക്കാൻ കഴിയൂ എന്നത്, ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കാൻ കഴിയൂ എന്നത്. ഇപ്പോൾ ഏകജാലകം K-SWIFT വഴി ഇത്ര കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ള ഏത് വ്യവസായ സംരംഭകർക്കും അവർക്ക് 3 വർഷത്തിനുള്ളിൽ അവരുടെ ലൈസൻസുകൾ ഓരോന്നായി എടുത്ത് ഹാജരാക്കി കൊടുത്താൽ മതി. അതിന്റെ നിബന്ധനകളെല്ലാം ഇളവ് കൊടുത്തിരിക്കും. നമുക്കറിയാം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ കൊച്ചു കേരളം 2 വർഷം മുമ്പ്. കഴിഞ്ഞ വർഷം അത് 15ാമതായി. ഇത്തവണ നമ്മൾ 1ാമതാണ്. വൻകിട വ്യവസായ സംരംഭങ്ങളെല്ലാം കേരളത്തിൽ തേടി വരികയാണ്. അപ്പൊ അത്തരത്തിൽ വ്യവസായ നയത്തിൽ ഊന്നി നിന്നുകൊണ്ട്, മദ്യനയത്തിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിനും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന വൻ ലോബി പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഓർഡർ, ഒരു ഉത്തരവ് ഗവൺമെന്റ് പുറത്തിറക്കിയത്. Debate with Dr. Arun Kumar.